സുഹൃത്തുക്കളെ, NDAയുടെ ഈ ഭരണകാലത്തിലെ പ്രധാന തീരുമാനങ്ങളിലൊന്നാണ് ദ്രുതഗതിയിലുള്ള വികസനം. ഇപ്പോൾ ഞങ്ങൾ സമയം പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇത് കേവലം 5-3 അക്കങ്ങളുടെ കാര്യം മാത്രമല്ല. തൽഫലമായി സമ്പദ് വ്യവസ്ഥ നേടുന്ന ഉയരം സാധാരണക്കാരന്റെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിറവേറ്റുന്നത് എളുപ്പമാക്കുകയാണ്. രാജ്യത്തിന്റെ ആവശ്യങ്ങൾ സുഖകരമായി നിറവേറ്റുന്നത് എളുപ്പമാവുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ആ ദിശയിലേക്ക് നീങ്ങുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ സഹകരണവും ഒരുപോലെ പ്രധാനമാണ്. ഇന്ത്യൻ ഭരണഘടന നമ്മെ നയിക്കുന്ന രീതിയും ഇതുതന്നെയാണെന്നാണ് കരുതുന്നത്. സഹകരണ ഫെഡറലിസത്തിൻ്റെതാണ്. പക്ഷേ ഞാൻ നിർബന്ധിക്കുകയുണ്ടായി. മത്സര സഹകരണ ഫെഡറലിസം, നമ്മുടെ സംസ്ഥാനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ആരോഗ്യകരമായ മത്സരമുണ്ടാകണം. നമ്മൾ നല്ലത് ചെയ്യാൻ മത്സരിച്ചു കൊണ്ടിരിക്കണം. ഞങ്ങൾ ആ ദിശയിൽ മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. മത്സരാധിഷ്ഠിത സഹകരണ ഫെഡറലിസത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് G20 ഉച്ചകോടി ഒരിടത്ത് നടത്താൻ കഴിയുമായിരുന്നുവെന്ന് നിങ്ങൾ കണ്ടു. നമുക്ക് മാലയിടുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യാമായിരുന്നു. എന്നാൽ ഇന്ത്യയിലുടനീളമുള്ള പല നഗരങ്ങളിലായി 200-ലധികം മീറ്റിംഗുകൾ നടന്നു. കൂടാതെ G20 രാജ്യങ്ങളിൽ നിന്നും മറ്റു നിരവധി രാജ്യങ്ങളിൽ നിന്നുമുള്ള നയരൂപകർത്താക്കൾ ഇന്ത്യയുടെ വിവിധ കോണുകളിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ വൈവിധ്യവും ഇന്ത്യയുടെ വിശാലതയും അവർ ചർച്ച ചെയ്യുകയാണ്. അവർക്കതൊരു അത്ഭുതമാണ്. അവർ ഡൽഹിയിൽ വന്ന് മടങ്ങുക പതിവായിരുന്നെങ്കിലും രാജ്യം എത്ര വിശാലമാണെന്ന് അവർക്കറിയില്ല. അതിന്റെ ശക്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കി. നമ്മൾ കോവിഡ് സമയത്ത് കണ്ടു, രാജ്യത്തെ സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്തു. അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി ഏതോ ആയിക്കോട്ടെ, അത് പരിഗണിക്കാതെ പക്ഷെ നമ്മൾ ഈ ജോലി ചെയ്തു. എന്തെന്നാൽ ഞങ്ങളുടെ സഹകരണ ഫെഡറലിസത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായതിനാൽ അഭിലാഷ ജില്ല ഭരണത്തിന്റെ മാതൃകയാണ്. ഇതിൽ സംസ്ഥാനങ്ങൾ ഞങ്ങളുമായി തുല്യമായി സജീവമായി ഇടപെടുന്നു. കൂടാതെ ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങൾക്കായി അവർക്കായി ഇതൊരു ഭരണ മാതൃകയായി അവതരിപ്പിക്കപ്പെടുന്നു. ആഗോളതലത്തിൽ പല സർവകലാശാലകളും ഒരു കേസ് സ്റ്റഡിയായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനെ കൂടുതൽ എക്സ്പ്രഷൻ ബ്ലോക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. സാധാരണ ശരാശരിയേക്കാൾ താഴെ സൗകര്യങ്ങളുള്ള താഴെ തട്ടിലെ ദുർബല പ്രദേശങ്ങളെ എത്രയും വേഗം സംസ്ഥാനത്തിന്റെ ശരാശരി നിലവാരത്തിലെത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയുകയും ചെയ്യും. ഏത് മേഖലയിലായാലും രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.